ജനകോടികൾക്ക് ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നിങ്ങൾ നിർത്താതെ ചിരിക്കാൻ പോവാണ്, ഇതെന്റെ വാക്കാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി സ്റ്റേജിലാണ്. ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ഇങ്ങനെയാണ്: നിങ്ങളുടെ മുന്നിലുള്ള 3 ജഡ്ജസിനെയും ചിരിപ്പിക്കണം. ഈ ഇരിക്കുന്നതിൽ ഒരാളെ ചിരിപ്പിച്ചാൽ നിങ്ങൾക്ക് 5000 രൂപയും, 2 പേരെ ചിരിപ്പിക്കുകയാണെങ്കിൽ 15000 രൂപയും, 3 പേരെയും ചിരിപ്പിക്കുകയാണെങ്കിൽ, അതായത് ബമ്പർ ചിരി അടിക്കുകയാണെങ്കിൽ 50000 രൂപയും കൊണ്ടായിരിക്കും നിങ്ങൾ ഈ വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ്. 5000 രൂപ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. വെറുതെ സ്റ്റേജിലേക്ക് വന്നാൽ മതി. നല്ല സിമ്പതിയുള്ള ജഡ്ജസ് ആയതിനാൽ അവർ നിങ്ങൾക്ക് 5000 രൂപ തന്നോളും. രണ്ടാമത്തെ ജഡ്ജിനെ ചിരിപ്പിച്ച് 15000 രൂപ നേടിയെടുക്കാൻ നിങ്ങൾ ഒരു കോമഡി പറയണം. കോമഡി തന്നെ ആവണമെന്നില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ജഡ്ജസ് ചിരിച്ചുകൊണ്ട് ബസർ അമർത്തിക്കൊള്ളും. ഇനി മൂന്നാമത്തെ ജഡ്ജ് അത്ര എളുപ്പമൊന്നും ചിരിക്കില്ല. അഥവാ അദ്ദേഹം ചിരിച്ചാലും ആ ചിരി എപ്പിസോഡ് തീരുന്നത് വരെ നമ്മളെ കാണിക്കില്ല. 2021 മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാം സംപ്രേഷണം ചെയ്തു തുടങ്ങുന്നത്. ബ്ലോഗർ കാർത്തിക് സൂര്യ ഹോസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാം 2025 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ ബെസ്റ്റ് കോമഡി ഷോയ്ക്കുള്ള അവാർഡ് നേടിയെടുത്തു. പേടിക്കേണ്ട, മലയാളം ടിവിയിൽ വേറെ നല്ല കോമഡി പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ അവാർഡ് ഇവർക്ക് കൊടുത്തത്. ഈ പ്രോഗ്രാമിനെ പറ്റി അധികം ആരും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പലരോടും ഇതിന്റെ അഭിപ്രായം ചോദിച്ചു. എല്ലാവർക്കും ഒരേ കാര്യം തന്നെയായിരുന്നു പറയാനുള്ളത്. ഒന്നാമതായി ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. അതായത് 3 ജഡ്ജസും ചിരിക്കുമ്പോഴാണ് ഇവർക്ക് ബമ്പർ കിട്ടുന്നത്. അവരെ 3 പേരെയും ചിരിപ്പിക്കാനായി 3 നല്ല കോമഡികൾ പറഞ്ഞാൽ മതി ഇവിടെ. അതായത് ഓവറോൾ പെർഫോമൻസിനെ ബേസ് ചെയ്തല്ല ഇവിടെ ജഡ്ജ്മെന്റ് നടക്കുന്നത്, മറിച്ച് ഇൻഡിവിജ്വൽ കോമഡി അനുസരിച്ചാണ്. ഇങ്ങനെ ഒരു കോമഡി റിയാലിറ്റി ഷോയ്ക്ക് അതൊട്ടും ചേരുന്നതല്ല. ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നവരെല്ലാം കോമഡി എന്ന പേരിൽ ഓരോ ചളികൾ പറയുകയാണ്. 100 ചളികൾ പറയുമ്പോൾ അതിൽ 3 എണ്ണമെങ്കിലും ജഡ്ജസ് ചിരിക്കും എന്ന വിശ്വാസത്തിൽ ജഡ്ജസ് അങ്ങനെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. 50000 രൂപ കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ വരുന്നവരാകട്ടെ വലിയ എഫോർട്ടും ഇടുന്നില്ല. പിന്നെ എന്റെ ഒരു സംശയം എന്തെന്നാൽ, ആദ്യത്തെ കോമഡിക്ക് തന്നെ 3 ജഡ്ജസിനും ചിരി വന്നാലോ? എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നാൽ തന്നെ ഇവർ ബാക്കി 2 ജഡ്ജസിനോട് ചിരിക്കരുതെന്ന് പറയും. അഥവാ അവർ ചിരിച്ചാലും അവരെ ക്യാമറയിൽ കാണിക്കുകയുമില്ല. എന്നിട്ട് മറ്റേ ജഡ്ജിനോട് ബസർ അമർത്താൻ പറയും. അതായത് ഇവർ ഓരോ ജഡ്ജസിനെയും ചിരിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു വെച്ചേക്കുകയാണ്. അടുത്തതായി പലരും പറഞ്ഞൊരു അഭിപ്രായം എന്തെന്നാൽ, ഇവരുടെ കോമഡിയുടെ നിലവാരമാണ്. അതായത് വർഷങ്ങളായി നമ്മൾ കണ്ടു മടുത്ത കോമഡികൾ വീണ്ടും വീണ്ടും ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റവുമില്ല. അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്റെ കഴിഞ്ഞ കോമഡി സ്റ്റാർസിന്റെ ഒരു വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ജഡ്ജസിന്റെ കാര്യം എടുത്താൽ, കാര്യം ഇവിടെ വന്നു നിന്ന് തമാശകൾ പറയുമ്പോ ആളുകളൊക്കെ ചിരിക്കുമല്ലോ. അപ്പൊ ഈ പ്രേക്ഷകരും ചിരിക്കുമല്ലോ. അവരുടെ പ്രതിനിധികൾ മാത്രമാണ് നമ്മൾ. സ്റ്റേജിൽ വരുന്നവരെല്ലാം പാവപ്പെട്ടവരല്ലേ, അവർക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു കൊടുക്കാം എന്ന രീതിയിൽ ബസർ അമർത്തുന്ന പോലെയാണ് തോന്നുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാ എപ്പിസോഡിലും അത് തന്നെ കണ്ടോണ്ടിരുന്നാൽ കാണുന്നവർക്കൊരു മടുപ്പ് തോന്നും. അതുപോലെ ഇപ്പോ ഇവർ ഓഡീഷൻ ചെയ്യുന്നതും ഓരോ എപ്പിസോഡായി കാണിക്കുകയാണ്. ഓഡീഷൻ വഴി സെലക്ട് ചെയ്തവരെ കൊണ്ടുള്ള സ്കിറ്റ് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഓഡീഷൻ കൂടി ആയാൽ പിന്നെ ഇനി പലരും പറഞ്ഞത് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന കാർത്തിക് സൂര്യയെ പറ്റിയാണ്. പേഴ്സണലി ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. യൂട്യൂബിൽ അദ്ദേഹം നല്ലതുപോലെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ എന്തോ ഒരു മിസ്സിംഗ് എലമെന്റ് ഉള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ പരിപാടിക്ക് ഫിറ്റായ ഒരു ഹോസ്റ്റ് അല്ല കാർത്തിക് സൂര്യ എന്ന് തോന്നാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെ വെച്ച് ഈ പരിപാടിക്ക് മഴവിൽ മനോരമ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ അവസരം കൊടുത്തു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു സിനിമാ നടൻ ഏതെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടാൽ അദ്ദേഹത്തിന്റെ സിനിമ നല്ലതാണെങ്കിലും നമ്മൾ കാണും. സോ ആ കാര്യത്തിൽ കാർത്തിക് സൂര്യ ഹോസ്റ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിൻ ആൻഡ് കെവിൻ എന്ന 2 പേരുണ്ട്. അവരുടെ സ്കിറ്റുകൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പിന്നെയും ഭേദമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ഓരോ എപ്പിസോഡുകളും ചെയ്യുന്നത് കാണാം. അതിൽ പിന്നെയും കോമഡി ഉണ്ടെന്ന് പറയാം. അതുപോലെ ഈ പരിപാടിയുടെ പഴയ ഒരു കണ്ടസ്റ്റന്റ് ഈയിടെയായി ഫേസ്ബുക്കിൽ വന്ന് ഈ പരിപാടിയുടെ പേയ്മെന്റ് ഇഷ്യൂസിനെ പറ്റി പറയുകയുണ്ടായി. അതേ തുടർന്ന് പല കണ്ടസ്റ്റന്റും അതേ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ ഇപ്പം അവിടെ സ്കിറ്റ് ചെയ്തിട്ട്
ഞാൻ ഒക്ടോബർ ചെയ്തേനെ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയി. 7 മാസമായി. 7 മാസമാവുന്നു. അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ ചിലപ്പോൾ നമുക്ക് ഒരു കുട്ട ഒരു പേപ്പർ തരും. എഗ്രിമെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതും തരുവര്. അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ്. ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് 3 മാസം 90 ദിവസം ഇതിനകം പൈസ കിട്ടണം. അതാണ് എഗ്രിമെന്റ്. അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു 4 മാസ കാലയളവ് 120 ദിവസം. 120 ദിവസം എടുത്തു. ഇപ്പോഴേ ആ 120 കഴിഞ്ഞ് 150 കഴിഞ്ഞ് എങ്ങോട്ട് പോകാൻ എനിക്കറിയാൻ വയ്യ. പിന്നെ മറ്റു ചിലർ പറയുന്നത് ഓഡീഷൻ സമയത്ത് ഇവർ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും. പിന്നെ ആണെങ്കിൽ ഇവരെ ഒട്ടും വിളിക്കത്തുമില്ല. അതേ സ്ക്രിപ്റ്റിൽ പിന്നീട് എപ്പോഴെങ്കിലും മറ്റാരെങ്കിലും ആ സ്കിറ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നതെന്നൊക്കെ. ഇനി ഒരു കാര്യം കൂടെ, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, നീ ആദ്യം 2 കോമഡി പറയടാ എന്നിട്ട് വീഡിയോ ഇടുന്നു. സി ബ്രദർ, ഏഷ്യാനെറ്റ് അഥവാ മഴവിൽ മനോരമക്കാർ ഒരു പ്രോഗ്രാം ചെയ്യുന്നു, കോമഡി അല്ലെങ്കിൽ സീരിയൽ എന്തുമാകട്ടെ, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ട് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാമിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ട് എന്റെ വീഡിയോയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് താങ്കൾ ഒരു കമന്റ് ഇട്ടു. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ താങ്കളുടെ ലോജിക്കിൽ ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ ആദ്യം സ്വന്തമായിട്ടൊരു സിനിമ എടുക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്.